സെപ്റ്റംബറിൽ നടക്കുന്ന UN ജനറൽ അസംബ്ലിയിൽ പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കാൻ ബ്രിട്ടൻ ഒരുങ്ങുകയാണ്. ഗാസയിലെ രൂക്ഷമായ മാനുഷിക പ്രതിസന്ധികൾക്കിടയിൽ യുകെയുടെ ഈയൊരു നീക്കം ഇസ്രായേലിനും ഹമാസിനുമെതിരെയുള്ള ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഔപചാരികമായി അംഗീകരിക്കപ്പെട്ടാൽ പതിറ്റാണ്ടുകളായി തുടരുന്ന പാശ്ചാത്യ നയങ്ങൾ ലംഘിക്കുന്നതിൽ ഫ്രാൻസിനൊപ്പം ചേരാൻ UK തയ്യാറാകും. എന്നാൽ അംഗീകാരം യഥാർത്ഥ മാറ്റം കൊണ്ടുവരുമോ അതോ പ്രതീകാത്മകമായി മാത്രം നിലനിൽക്കുമോ എന്നതാണ് ചോദ്യം. പരിശോധിക്കാം. സെപ്റ്റംബറിൽ നടക്കുന്ന ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയിൽ പലസ്തീൻ രാഷ്ട്രത്തെ ഔദ്യോഗികമായി അംഗീകരിക്കാൻ ബ്രിട്ടൻ തയ്യാറെടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ പശ്ചിമേഷ്യയിലെ പതിറ്റാണ്ടുകളുടെ നയതന്ത്രത്തിലെ ഒരു നാഴികക്കല്ലായേക്കാവുന്ന നീക്കമായിരിക്കും അത്. പ്രമുഖ പാശ്ചാത്യ ശക്തികൾ വളരെ കാലമായി മാറ്റിവെച്ചൊരു നടപടി UK സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നുവെന്നതിന്റെ ഏറ്റവും വ്യക്തമായ സൂചനയാണ് ചൊവ്വാഴ്ചത്തെ UK പ്രധാനമന്ത്രി കെയർ സ്റ്റാമറുടെ പ്രഖ്യാപനം. ഗസ മുനമ്പിൽ ഇസ്രായേൽ വെടിനിർത്തലിന് സമ്മതിച്ചില്ല എങ്കിൽ സെപ്റ്റംബറിൽ പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുമെന്നാണ് സ്റ്റാമറുടെ പ്രഖ്യാപനം. ഗസയിലെ വഷളാകുന്ന മാനുഷിക പ്രതിസന്ധിയുമായി സ്റ്റാമർ ഈ ഒരു തീരുമാനത്തെ ബന്ധപ്പെടുത്തി. പട്ടിണി കിടക്കുന്ന കുട്ടികളുടെ ചിത്രങ്ങൾ ലോകമെമ്പാടുമുള്ള പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട്. മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവേ അദ്ദേഹം പറഞ്ഞു, പലസ്തീൻ ജനത ഭയാനകമായ കഷ്ടപ്പാടുകൾ സഹിച്ചു. ഇപ്പോൾ ഗസയിൽ സഹായത്തിന്റെ വിനാശകരമായ പരാജയം കാരണം വിശക്കുന്ന, നിൽക്കാൻ പോലും കഴിയാത്തത്ര ദുർബലരായ കുഞ്ഞുങ്ങളെ കാണുന്നു. ഒരായുഷ്കാലം നമ്മുടെ ഉള്ളിൽ തങ്ങാവുന്ന വേദനാജനകമായ ചിത്രങ്ങൾ. കഷ്ടപ്പാടുകൾ അവസാനിപ്പിക്കണം. ഇനി ഇസ്രായേലും കൂട്ടരും എങ്ങനെയാണ് ഈ നിലപാടിനോട് പ്രതികരിച്ചത് എന്നൊന്ന് പരിശോധിക്കാം. വെസ്റ്റ് ബാങ്കിൽ അധിനിവേശം ഉണ്ടാകില്ലെന്ന് വ്യക്തമാക്കുക, ഗസയിൽ വെടിനിർത്തലിന് സമ്മതിക്കുക, ദ്വിരാഷ്ട്ര പരിഹാരത്തിലേക്ക് നയിക്കുന്ന ഒരു ദീർഘകാല സമാധാന പ്രക്രിയയിൽ പ്രവേശിക്കുക, ഇവയൊക്കെ ഉൾപ്പെടുന്ന നിരവധി കാര്യങ്ങളിൽ ഇസ്രായേൽ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ബ്രിട്ടൻ ഈ നടപടിയുമായി മുന്നോട്ട് പോകുമെന്ന് സ്റ്റാമർ ചൂണ്ടിക്കാട്ടിയിരുന്നു. സ്കോട്ട്ലൻഡിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ചർച്ച നടത്തി ഒരു ദിവസത്തിന് ശേഷമാണ് സ്റ്റാമറിന്റെ ഈ ഒരു പ്രഖ്യാപനം വരുന്നത്. ബ്രിട്ടൻ മുന്നോട്ട് പോയാൽ തനിക്ക് എതിർപ്പില്ല എന്ന് ട്രംപ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. US ഒരിക്കലും പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിച്ചിട്ടില്ല. കൂടാതെ ഇസ്രായേലിന്റെ ഏറ്റവും ശക്തമായ പിന്തുണക്കാരനായി തുടരുന്നുമുണ്ട്. ഇനി ഈ ഒരു പ്രഖ്യാപനത്തിന് മുമ്പ് തന്നെ സ്റ്റാമർ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുമായി ഫോണിൽ സംസാരിച്ചതായി ചർച്ചകളെക്കുറിച്ച് പരിചയമുള്ള ഒരു സ്രോതസ്സിനെ ഉദ്ധരിച്ച് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. UKയുടെ നീക്കത്തെ ഹമാസിനുള്ള പ്രതിഫലമെന്ന് വിശേഷിപ്പിച്ച് ഇസ്രായേൽ വിദേശകാര്യ മന്ത്രാലയം എക്സിലൂടെ രൂക്ഷമായി പ്രതികരിച്ചു. ഗാസയിൽ വെടിനിർത്തൽ ഉറപ്പാക്കാനുള്ള നിലവിലെ ശ്രമങ്ങളെ ഇത് ദോഷകരമായി ബാധിക്കുമെന്ന മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. അതേസമയം അടിയന്തര ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ ഗാസ ഏറ്റവും മോശം ക്ഷാമം ഉണ്ടാകുമെന്ന് അന്നേ ദിവസം ഒരു ഹംഗ് മോണിറ്റർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. എന്നാൽ ഭക്ഷ്യസഹായം മനഃപൂർവ്വം തടഞ്ഞുവെക്കുകയാണെന്ന ആരോപണങ്ങൾ ഇസ്രായേൽ തള്ളിക്കളഞ്ഞു. വിദേശകാര്യമന്ത്രി ഗിഡിയൻ സാർ സാഹചര്യങ്ങൾ കഠിനമായിരുന്നുവെന്ന് പ്രസ്താവിച്ചു. എന്നാൽ മനഃപൂർവ്വമായ പട്ടിണിയെക്കുറിച്ച് നുണകൾ പ്രചരിക്കുന്നുണ്ടെന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. ഇനി സ്റ്റാമറിന്റെ കണ്ടീഷൻസ് എന്തൊക്കെയാണ്, അദ്ദേഹം എന്തൊക്കെ കണ്ടീഷൻസ് മുന്നിൽ വെച്ചിരിക്കുകയാണ് എന്നൊന്ന് പരിശോധിക്കാം. അംഗീകാരത്തിനുള്ള വ്യവസ്ഥകൾ വ്യക്തമാക്കുന്ന വിശദമായ പ്രസ്താവന പുറത്തിറക്കുന്നതിന് മുമ്പ് UK മന്ത്രിസഭ അടിയന്തര യോഗം വിളിച്ചിരുന്നു. ഇസ്രായേലിനോട് വെടിനിർത്തലിന് പ്രതിജ്ഞാബദ്ധരാകാനും ഐക്യരാഷ്ട്രസഭയിൽ നിന്നുള്ള മാനുഷിക സഹായം പുനരാരംഭിക്കാൻ അനുവദിക്കാനും വെസ്റ്റ് ബാങ്ക് അധിനിവേശം ഉണ്ടാകില്ലെന്ന് വ്യക്തമാക്കാനും ശാശ്വതമായ ഒരു സമാധാന ചട്ടക്കൂടിൽ ചേരാനും അത് ആവർത്തിച്ച് ആവശ്യപ്പെട്ടു. ഇനി ഹമാസിന്റെ പ്രതീക്ഷകളെക്കുറിച്ചും പ്രസ്താവനയിൽ വിശദീകരണമുണ്ടായിരുന്നു. എല്ലാ ഇസ്രായേലി ബന്ധികളെയും ഉടൻ മോചിപ്പിക്കുക, നിരായുധീകരിക്കാനുള്ള പ്രതിജ്ഞാബദ്ധത, വെടിനിർത്തൽ അംഗീകരിക്കുക, ഗസയുടെ ഭാവി ഭരണത്തിൽ ഒരു പങ്കും വഹിക്കരുതെന്ന് സമ്മതിക്കുക എന്നിവയും UK ആവശ്യപ്പെട്ടിട്ടുണ്ട്. പരമാവധി ആഘാതം നേരിടുന്ന ഈ ഒരു സമയത്ത് ഒരു പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുമെന്ന ലേബർ പാർട്ടിയുടെ ദീർഘകാല പ്രതിജ്ഞയെ ഈ നിലപാട് പ്രതിധ്വനിപ്പിക്കുന്നു. ഈ ഒരു നിലപാട് സ്റ്റാമർ ഇപ്പോൾ അടിയന്തരവും അതുപോലെ ഒഴിവാക്കാനാകാത്തതാണ് എന്നാണ് പറയുന്നത്. UK ഈ നിർദ്ദേശം പാലിക്കുകയാണെങ്കിൽ ജൂലൈ 24-ന് ഫ്രാൻസ് ഇതേ പ്രതിജ്ഞ എടുത്തതിനു ശേഷം പലസ്തീനെ അംഗീകരിക്കുന്ന UN സുരക്ഷാ കൗൺസിലിലെ രണ്ടാമത്തെ അംഗമായിരിക്കും UK. സെപ്റ്റംബറിൽ UNൽ അംഗീകാരം നൽകുമെന്ന് മാൾട്ടയും സ്ഥിരീകരിച്ചിട്ടുണ്ട്. 2025 മാർച്ച് വരെ 193 UN അംഗരാജ്യങ്ങളിൽ 147 പേരും ഇതിനകം പലസ്തീനെ അംഗീകരിച്ചിട്ടുണ്ട്. റഷ്യ, ചൈന, ഇന്ത്യ തുടങ്ങിയ ആഗോള ശക്തികളും സ്പെയിൻ, അയർലൻഡ്, നോർവേ എന്നിവയുൾപ്പെടെ നിരവധി യൂറോപ്യൻ രാജ്യങ്ങളും ഈ ഗ്രൂപ്പിൽ ഉൾപ്പെടുന്നു. 2014-ൽ സ്വീഡൻ ഈ നടപടി സ്വീകരിക്കുകയും അങ്ങനെ ചെയ്യുന്ന ആദ്യത്തെ പശ്ചിമ യൂറോപ്യൻ രാജ്യമായി മാറുകയും ചെയ്തു. തുടർന്ന് 2024-ൽ സ്പെയിനും. ഇനി ഈ നീക്കങ്ങളൊക്കെയും ചരിത്രപരമായിരുന്നുവെങ്കിലും അവ പ്രധാനമായും പ്രതീകാത്മകമായി, അതായത് സിംബോളിക്കായിട്ട് മാത്രം തുടർന്നു. പലസ്തീനുകളുടെ നിലവിലെ അവസ്ഥകളിൽ കാര്യമായ മാറ്റമൊന്നും വരുത്തിയില്ല. അടുത്തത്, ഈ ഒരു അംഗീകാരം എന്നാൽ യഥാർത്ഥത്തിൽ എന്താണ് അർത്ഥമാകുന്നത്? അന്താരാഷ്ട്ര നിയമപ്രകാരം രാഷ്ട്രപദവി അംഗീകരിക്കൽ വെറും ആചാരപരമായ ഒരു കാര്യമല്ല.
1933 മോണ്ടെവീഡിയോ കൺവെൻഷൻ സംസ്ഥാന പദവിക്കുള്ള മാനദണ്ഡങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. സ്ഥിരമായ ഒരു ജനസംഖ്യ, നിർവചിക്കപ്പെട്ട പ്രദേശം, ഫലപ്രദമായ ഒരു സർക്കാർ, അന്താരാഷ്ട്ര ബന്ധങ്ങളിൽ ഏർപ്പെടാനുള്ള കഴിവ്, അങ്ങനെ ചിലത്. ഔപചാരിക അംഗീകാരം, അംബാസിഡർമാരുടെ നിയമനം, എംബസികൾ സ്ഥാപിക്കൽ, ഉടമ്പടികളിൽ ഒപ്പുവയ്ക്കൽ എന്നിവയിലേക്ക് നയിക്കുകയും ചെയ്യും. ഇത് പലസ്തീന് അന്താരാഷ്ട്ര സ്ഥാപനങ്ങളിലേക്കും ഒരു പരമാധികാര രാഷ്ട്രമെന്ന നിലയിൽ നിയമപരമായ അവകാശങ്ങളിലേക്കും കൂടുതൽ പ്രവേശനം അനുവദിക്കും. പലസ്തീനികളെ സംബന്ധിച്ചിടത്തോളം ബ്രിട്ടീഷ് അംഗീകാരം അവരുടെ നയതന്ത്ര അവകാശവാദങ്ങളെ ശക്തിപ്പെടുത്തുകയും കൂടുതൽ വ്യക്തമായ അന്താരാഷ്ട്ര പിന്തുണയിലേക്ക് ഉള്ള വാതിൽ തുറക്കുകയും ചെയ്യും. അടുത്ത പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്: ഈ ഒരു അംഗീകാരം വെറും ഒരു സിംബോളിക് ആയിട്ടുള്ള ആംഗ്യം മാത്രമായി അവശേഷിക്കുമോ എന്നതാണ്. അംഗീകാരം കൊണ്ട് മാത്രം പ്രതിസന്ധി പരിഹരിക്കപ്പെടില്ലെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഇസ്രായേലിന് മേൽ ഉപരോധം ഏർപ്പെടുത്തുമെന്നോ, ആയുധ കയറ്റുമതി നിർത്തിവെക്കുമെന്നോ, ഗസയ്ക്കുള്ള മാനുഷിക ധനസഹായം വർദ്ധിപ്പിക്കുമെന്നോ ഫ്രാൻസിൽ നിന്നോ UK-യിൽ നിന്നോ യാതൊരു വാഗ്ദാനങ്ങളും ഇതുവരെ ലഭിച്ചിട്ടുമില്ല. മുൻകാല അംഗീകാരങ്ങൾ അത്തരം ആംഗ്യങ്ങളുടെ പരിധികൾ കാണിച്ചു തന്നിട്ടുണ്ട്. അതായത് 2014 സ്വീഡനും 2024 സ്പെയിനിനും ലഭിച്ച അംഗീകാരം വാർത്തകളിൽ ഇടം നേടിയെങ്കിലും അധിനിവേശത്തിന്റെയോ നിയന്ത്രിത ചലനത്തിന്റെയോ കുടിയേറ്റ വ്യാപനത്തിന്റെയോ ദൈനംദിന യാഥാർത്ഥ്യങ്ങളിൽ മാറ്റം വരുത്തുന്നതിൽ അവയ്ക്ക് കാര്യമായ പങ്കില്ല. നിയമവിരുദ്ധ കുടിയേറ്റ പ്രവർത്തനങ്ങളെ വെല്ലുവിളിക്കുക, ആരോപിക്കപ്പെടുന്ന യുദ്ധക്കുറ്റങ്ങൾക്ക് ഉത്തരവാദിത്തം ആവശ്യപ്പെടുക, അല്ലെങ്കിൽ പലസ്തീൻ സ്ഥാപനങ്ങൾക്ക് ധനസഹായം നൽകുക തുടങ്ങിയ അർത്ഥവത്തായ നടപടികൾ ഇല്ലാതെ അംഗീകാരം ഒരു തന്ത്രത്തേക്കാൾ കൂടുതൽ ഒരു പ്രസ്താവനയായി മാത്രം മാറുമെന്ന് വിമർശകർ വാദിക്കുന്നുണ്ട്. ഇനി ഈ നീക്കം സംഘർഷത്തിന്, അതായത് ഇസ്രായേൽ പലസ്തീൻ സംഘർഷത്തിന് എന്താണ് അർത്ഥമാകുന്നത്? ഇരു രാജ്യങ്ങളിലെയും ജനങ്ങൾക്ക് ദീർഘകാല സമാധാനത്തിനും സുരക്ഷയ്ക്കുമുള്ള ഏക പ്രായോഗിക മാർഗം ഇസ്രായേലിനൊപ്പം ഒരു പലസ്തീൻ രാഷ്ട്രം സൃഷ്ടിക്കുക എന്ന സന്ദേശത്തെ UK-യുടെ ആസൂത്രിതമായ അംഗീകാരം ശക്തിപ്പെടുത്തുന്നു. മുൻകാല സമാധാന ശ്രമങ്ങളെ എതിർക്കുകയും 2023 ഒക്ടോബർ 7 ആക്രമണങ്ങൾ നടത്തുകയും ചെയ്ത ഹമാസിനെ ഈ ഒരു നിലപാട് നിയമവിധേയമാക്കുന്നില്ലെന്ന് ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർ വാദിക്കുന്നു. അതുപോലെ തന്നെ പലസ്തീനുകൾക്ക് വ്യക്തവും സമാധാനപരവുമായ ഒരു രാഷ്ട്രത്തിലേക്കുള്ള പാത വാഗ്ദാനം ചെയ്യുന്നത് ഹമാസിന്റെ സ്വാധീനത്തെ കുറയ്ക്കുകയും നയതന്ത്രത്തിലൂടെ സ്വയം നിർണയാവകാശം തേടുന്ന മിതവാദികളുടെ ശബ്ദങ്ങളെ ശക്തിപ്പെടുത്തുകയും ചെയ്യുമെന്നും വാദിക്കുന്നുണ്ട്. മേഖലയിലെ ഡൈനാമിക്സ് മാറിയേക്കാം. US-മായി ശക്തമായ ബന്ധവും അറബ് ലോകത്ത് ഗണ്യമായ സ്വാധീനവുമുള്ള സൗദി അറേബ്യ ഭാവിയിലെ പലസ്തീൻ നേതൃത്വത്തെക്കുറിച്ചും ഗാസയുടെ പുനർനിർമ്മാണത്തെക്കുറിച്ചും ചർച്ചകൾ സംഘടിപ്പിക്കാൻ യോജിച്ച സ്ഥലമാണ്. റിയാദിന്റെ പങ്കാളിത്തം പലസ്തീൻ കാര്യങ്ങളിൽ ദീർഘകാല താൽപര്യങ്ങളും ശൃംഖലകളുമായുള്ള ജോർദൻ, ഈജിപ്ത്, ഖത്തർ, UAE തുടങ്ങിയ മറ്റു പ്രാദേശിക കളിക്കാരെയും കൊണ്ടുവരും. ഇനി യുദ്ധം തുടരുന്നിടത്തോളം കാലം ഇസ്രായേലും സൗദി അറേബ്യയും തമ്മിലുള്ള സാധാരണവൽക്കരണം അസാധ്യമാണെങ്കിലും പലസ്തീനെ UK അംഗീകരിക്കുന്നത് US-മായുള്ള ചർച്ചകളിൽ സൗദി വാദങ്ങളെ ശക്തിപ്പെടുത്തുകയും ഭാവിയിലെ സമാധാന ശ്രമങ്ങൾക്ക് അടിത്തറയിടുകയും ചെയ്യും. സെപ്റ്റംബറിൽ നടക്കുന്ന UN ജനറൽ അസംബ്ലിയിൽ അംഗീകാരം ഔദ്യോഗികമായി അംഗീകരിക്കപ്പെട്ടാൽ അന്തിമ പദവി ചർച്ചകൾക്ക് ശേഷമാണ് പലസ്തീൻ രാഷ്ട്രപദവി ലഭിക്കേണ്ടതെന്ന പാശ്ചാത്യ നയത്തിൽ നിന്ന് പതിറ്റാണ്ടുകളായി രൂപപ്പെട്ട വിശ്വാസത്തെ തകർത്ത് ആ നടപടി സ്വീകരിക്കുന്ന ആദ്യത്തെ G7 രാഷ്ട്രങ്ങളായിരിക്കും UK-യും ഫ്രാൻസും.